ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ന്യൂസിലാൻഡിലുള്ള വൈനുമാട്ടയിലുള്ള ഒരു അമ്പലത്തിലാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഉദ്ദേശം പൊങ്കാല ഇടാനാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് തന്നെയാണ് നമ്മളിവിടെ അതേ മുഹൂർത്തത്തിലാണ്, അതായത് ന്യൂസിലാൻഡിലെ ഒരു 7 hours നമ്മൾ മുന്നിലാണ്. അപ്പോൾ കറക്റ്റ് ഇവിടെ ഒരു 5:45 ആയി. ഇത് ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആറ്റുകാൽ പൊങ്കാല നമ്മുടെ നാട്ടിൽ നടക്കണതിൻ്റെ മുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മളും ഇവിടെ തിരികൊളുത്തിയത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തു. നമ്മൾ അവിടുത്തെ മുഹൂർത്തം ആവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ പൂജാരി വന്നു. അപ്പോൾ പൂജാരിയുടെ വിളക്കിൽ നിന്നുള്ള ദീപം നമുക്ക് തന്നു അടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിലാണ്. അപ്പോൾ വില്ലിംഗ്ടൺ എന്നാണ് പറയുന്നത്. അത്രയും കാറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി കാറ്റാവുമ്പോൾ നമുക്ക് ഈ ഫയർ വർക്ക്സ് മീൻസ് ഈ അടുപ്പൊക്കെ ചിലപ്പോൾ നമുക്ക് നിർത്തി വെക്കേണ്ടി വരും ഫോർ ദ സേഫ്റ്റി. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്താ പറയുക, പ്രകൃതി വരെ നമുക്ക് പൊങ്കാല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അത്രയും ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ദിവസമായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവരിങ്ങനെ ഭഗവതി കീർത്തനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഈ ചന്ദ്രൻ തിരിയുടെ മണവും പിന്നെ ഒരു തീ കത്തണ ഒരു ഇതെല്ലാം കൂടി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു. പിന്നെ നമ്മൾ നല്ല തണവാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി നമ്മളെല്ലാം സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. കോട്ടൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ കൂടി എന്താ പറയുക, ഈ തീ കത്തണേൻ്റെയും കൂടി ആയിരിക്കും, നമുക്കൊട്ടും ഫീൽ ചെയ്തില്ല. അപ്പോൾ അത്രയും ഒരു മനോഹരമായ ദിവസമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഇലയിൽ ഗണപതിക്ക് നേദിച്ചതാണത്. എന്നിട്ടാണ് നമ്മൾ അടുപ്പിൽ തീ കൂട്ടി പൊങ്കാല ഇടുന്നത്. ഇതൊന്നും ഞാൻ പറയേണ്ട, എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ എനിക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് രാധികാദേവി എന്ന് പറഞ്ഞ ഒരു പേഴ്സണാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി ഞാൻ നന്ദി പറയണു ഈ ഒരു കാര്യത്തിൽ. അവർ മാത്രമല്ല, ഒരു ടീം വർക്കായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്തതും എന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും ഭജനയായാലും എല്ലാം തന്നെ നല്ലതായിരുന്നു. നമ്മുടെ മക്കൾക്കായാലും ഇതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ചെറിയ മക്കൾ ചെറുപ്പത്തിൽ തന്നെ വന്നവർക്കൊക്കെ ഇതൊക്കെ അവർക്ക് ടി വിയിലല്ലാതെ റിയലായിട്ട് അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനും അതൊക്കെ കണ്ട് അവർക്ക് എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഓരോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഓരോ പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യണതും. അപ്പോൾ ഈ വരണതാണ് രാധിക. എല്ലാത്തിലും രാധികയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ട ആളുകളെല്ലാം ചേർത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ച് അതെല്ലാം അറേഞ്ച് ചെയ്ത് തീ കത്തിപ്പിടിപ്പിക്കാനും. കാരണം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ നാടല്ലാത്തതുകൊണ്ട്. നമുക്ക് സാധനങ്ങളുടെ അവൈലബിലിറ്റി ആയാലും എല്ലാം ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരിട്ട് ആറ്റുകാൽ പൊങ്കാല ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇത് എല്ലാം ഒന്ന് എന്താ പറയുക, എല്ലാം തികഞ്ഞില്ല എന്നൊന്ന് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ എല്ലാ ലിമിറ്റേഷൻസിനും വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഉന്നതിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. അപ്പം നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടികളെല്ലാം എന്താ പറയുക, അവരുടേതായ ഒരു ലോകത്തായിരുന്നു. അവർ കളിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരിടയ്ക്ക് വന്ന് നോക്കും ഇതെന്താണ്. അവർക്കും ഇതൊക്കെ പഠിക്കാനും ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരമാണ്.
അങ്ങനെ എല്ലാവരുടെയും ഏകദേശം പൊങ്കാല തയ്യാറായി കഴിഞ്ഞു. അതിനുശേഷം പൂജാരി വന്നിട്ട് എല്ലാവരുടെയും നിന്നും ദേവിക്ക് നേദിക്കാനായിട്ട് ഒരു പങ്ക് അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ നമ്മുടെ പൊങ്കാല അടച്ചു വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഭജൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പങ്കുചേർന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ വളരെയധികം റിഫ്രഷ് ആയിരുന്നു. ഇങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പോൾ ശരിക്കും അവർ എന്താ പറയുക, പെട്ടെന്ന് വന്ന് ഡാൻസ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്, ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെ. പക്ഷേ വളരെ നന്നായിരുന്നു ആ ഡാൻസും. അതിനുശേഷം നമ്മളെല്ലാവരും നമ്മുടെ പൊങ്കാല എല്ലാവർക്കും കഴിച്ചു. പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് ന്യൂസിലാൻഡിൽ ഇങ്ങനെ പൊങ്കാല ഇട്ടത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.